ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കണക്റ്റഡ് ഫാക്ട്സിൻ്റെ 8ാമത്തെ പാർട്ടാണ്. 23ാമത്തെ ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 23ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഇവിടെ ഈ ക്വസ്റ്റ്യനൊരു പ്രശ്നമുള്ളത്, ഇത് 2019 ഭേദഗതി വരുന്നതിന് മുമ്പുള്ള ഘടനയെക്കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ സെൻറ്റൻസുകൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകൾ പഠിക്കേണ്ട, പകരം നിലവിലെ ഈ സെൻറ്റൻസുകൾക്ക്, പ്രസ്താവനകൾക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. അതിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6 ആണ് ആകെ. അതിലൊരു ചെയർപേഴ്സൺ, പിന്നെ 5 അംഗങ്ങൾ. ഈ ചെയർപേഴ്സൺ ആവാനുള്ള, ചെയർമാൻ ആവാനുള്ള യോഗ്യത എന്താ? ആർക്കാണ് പറ്റുക? ഒന്നുകിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആവണം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി. അപ്പോൾ ചെയർപേഴ്സണിൻ്റെ കാര്യത്തിൽ വിരമിച്ചവർക്ക് മാത്രമേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടോ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടോ വിരമിച്ചവർക്ക് മാത്രമേ ചെയർപേഴ്സൺ ആവാൻ പറ്റുള്ളൂ. ഇനി അംഗങ്ങളുടെ കേസിലേക്ക് വരുമ്പോൾ, നിലവിൽ സുപ്രീം കോടതി ജഡ്ജായ ഒരാൾക്കും പറ്റും. സുപ്രീം കോടതി ജഡ്ജി ആയതോ ആയിരുന്നതോ ആയ ഒരാൾക്കും പറ്റും. അപ്പോൾ ഒന്നുകിൽ ഒരു സുപ്രീം കോടതി നിലവിലുള്ള ജഡ്ജി ആവാം, അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ആവാം, അങ്ങനെ ഒരു അംഗം. ഇനിയോ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലുള്ളതോ ആയതോ ആയിരുന്നതോ ആയ ഒരംഗം. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജഡ്ജിനും അംഗമാവാം, ഹൈക്കോടതിയിൽ നിന്ന് ഒരു ചീഫ് ജസ്റ്റിസിനും അംഗമാവാം. അത് നിലവിലുള്ളവർക്കും പറ്റും, വിരമിച്ചവർക്കും പറ്റും. അപ്പോൾ അത് രണ്ടും അങ്ങനെ തന്നെ ഓർക്കുക. അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയതോ ആയിരുന്നതോ വിരമിച്ചവർക്കും പറ്റും, നിലവിലായവർക്കും പറ്റും. ഇനിയോ, മനുഷ്യാവകാശ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള 3 അംഗങ്ങൾ. പഴയതാണെങ്കിൽ നമ്മളവിടെ കണ്ടു 2 അംഗങ്ങളായിരുന്നു, ഇപ്പം അത് 3 ആക്കി. ആ 3-ൽ എന്തായിരിക്കണം? ഒരു വനിതയായിരിക്കണം. അപ്പോൾ എത്രണ്ണായി? സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയിട്ടുള്ള ഒരംഗം, ജഡ്ജായിട്ടുള്ള ഒരംഗം. രണ്ടാമത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയതോ അല്ലെങ്കിൽ ആയിരുന്നതോ ആയ 2ാമത്തെ അംഗം. ഇവിടുന്ന് മനുഷ്യാവകാശ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള 3 അംഗങ്ങൾ. അപ്പോൾ 5 എണ്ണമായില്ലേ? ഈ 3-ൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഇനി നിലവിലുള്ള ചെയർപേഴ്സൺ നോക്കി നോക്ക് നിങ്ങൾ. നിലവിലുള്ള ചെയർപേഴ്സണാണ് ആര്? വി രാമസുബ്രഹ്മണ്യൻ. പുള്ളി സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കി നോക്ക്, ചെയർപേഴ്സൺ പറഞ്ഞ യോഗ്യത എന്താ? ഒന്നുകിൽ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആവണം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി എന്താണ്? സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയാണ് നിലവിലെ വി രാമസുബ്രഹ്മണ്യൻ, ചെയർപേഴ്സൺ. ഇനി ഇത് കൂടാതെ, ഈ 5 ചെയർമാനെ കൂടാതെ, ഈ 5 അംഗങ്ങളെ കൂടാതെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ആ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതിൻ്റെ എല്ലാം അധ്യക്ഷന്മാരും വരും. പിന്നെയോ ഭിന്നശേഷിക്കാരുടെ ചീഫ് കമ്മീഷണറും വരും. അപ്പോൾ ഏതൊക്കെ വിഭാഗമുണ്ട് നോക്കിയാൽ മതി. പട്ടികജാതി, പട്ടികവർഗ, വനിത, ന്യൂനപക്ഷ, പിന്നോക്ക, ബാലാവകാശ, ഭിന്നശേഷിക്കാരുടെ അല്ലെങ്കിൽ വികലാംഗരുടെ, ഇവരുടെയൊക്കെ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്നവർ. ഇപ്പോൾ ഭിന്നശേഷി,
ബാലാവകാശം, പിന്നോക്കം, ന്യൂനപക്ഷം, വനിത, പട്ടികവർഗ, പട്ടികജാതി. ഈ കമ്മീഷൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആളുകൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇപ്പുറത്ത് നമ്മൾ 5 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു, ഒരു ചെയർപേഴ്സണും അവിടെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 24. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? മൻസുഖ് മാണ്ഡവീയ, ശ്രീ ജി കിഷൻ റെഡ്ഡി, മഹേന്ദ്രനാഥ് പാണ്ഡെ, ഭൂപേന്ദർ യാദവ്. നമുക്കറിയാം ഇപ്പോൾ യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവീയ. ഓപ്ഷൻ സി 1 ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അവിടെ തന്നിരിക്കുന്നവരെ നമുക്ക് നോക്കി നോക്കാം. മൻസുഖ് മാണ്ഡവീയ തൊഴിലും യുവജനക്ഷേമവും കായികവും. അപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മനസ്സുഖം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ജോലി കിട്ടുമ്പോഴായിരിക്കും അല്ലേ. ഇതുവരെ ഇല്ലാത്തൊരു മനസ്സുഖമായിരിക്കും എന്ത് ചെയ്യുന്നത്, PSC കിട്ടി എന്നുള്ള ആ ഒരു വാർത്ത വരുമ്പോൾ. ഇപ്പോൾ തൊഴിൽ കിട്ടുമ്പോൾ മനസ്സുഖം കിട്ടൂലേ. അങ്ങനെ തന്നെ ഓർത്തോ, മൻസുഖ് മാണ്ഡവീയ തൊഴിൽ വകുപ്പ്. പിന്നെയോ തൊഴിൽ ആർക്കാ? തൊഴിൽ PSCയിലൂടെ തൊഴിൽ കിട്ടുന്നത് യുവജനങ്ങൾക്കല്ലേ. 18 to 36 അല്ലേ നമുക്ക്. സോ ആ ഒരു ലെവലിൽ നമുക്ക് യുവജനക്ഷേമം എന്നുള്ളതും അവിടെ കാണാം. പിന്നെ കായികം, സ്പോർട്സിലുള്ള ഒരാളെ നമ്മളെങ്ങനെ പറയുക, സ്പോർട്സ് മാൻ എന്ന് പറയൂലേ, സ്പോർട്സ് മാൻ. ആ മാൻ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ 2 പേരിലും കാണാം. അതായത് മൻസുഖ് എന്നുള്ളതിലും മാൻ എന്ന് കാണാം, മാണ്ഡവീയ എന്നുള്ളതിലും മാൻ എന്ന് കാണാം. അപ്പോൾ സ്പോർട്സ് നിങ്ങൾക്ക് സ്പോർട്സ് മാൻ എന്ന് ഓർത്താൽ മതി. പിന്നെയോ യുവജനങ്ങൾക്കാണ് തൊഴിൽ കിട്ടുന്നത്. തൊഴിൽ കിട്ടുമ്പോൾ മനസ്സുഖം നന്നായിട്ടുണ്ടാവും. ഇനിയോ കിഷൻ റെഡ്ഡിയുടെ വകുപ്പുകൾ ഏതൊക്കെയാ? ഖനി, പിന്നെയോ കൽക്കരി. അപ്പോൾ മൈൻസും കോളും ആരാണ്? കിഷൻ റെഡ്ഡിയാണ്. ഈ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ കണി എന്ന് പറയുന്നത് കയ്യിൽ കരി പിടിക്കുന്നതായിരിക്കും. അതായത് തലേ ദിവസം കിച്ചണിലെല്ലാം റെഡിയാക്കി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കി നോക്ക്, നിങ്ങൾ കിച്ചൺ റെഡി എന്നുള്ളതിൽ നമുക്ക് കിഷൻ റെഡി, കണി എന്നുള്ളത് നമുക്ക് എന്ത് വായിക്കാം അവിടെ? കനി എന്ന് വാക്കാം. പിന്നെയോ കയ്യിൽ കരിയാക്കേണ്ടി വരും. കാരണം തലേന്നത്തെ ഒന്നും കഴുകി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം എന്ത് ചെയ്യേണ്ടി വരും? രാവിലത്തെ കണി തന്നെ കയ്യിൽ കരിയാക്കലായിരിക്കും. അപ്പോൾ കൽക്കരി എന്നുള്ളതും അവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അടുത്തതാണ് ആര്? ഭൂപേന്ദർ യാദവ് വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. ആ മന്ത്രാലയത്തിൻ്റെ പേരിൽ തന്നെ 3 എണ്ണവും വരുന്നുണ്ട്. വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ യാദവ് എന്നുള്ള പേരുണ്ടല്ലോ, ആ യാദവ് എന്നുള്ള പേര് തിരിച്ചു വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വ്യതിയാനം അവിടെ കാണാൻ പറ്റും. ആ വ്യതിയാനം കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യാം? വ്യതിയാനം ഏതിലേ വരുള്ളൂ? വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന വകുപ്പ്. അതാണ് ആ വകുപ്പിൻ്റെ പേര് തന്നെ. ഇനി അതിലൊരാളുടെ പേര് തന്നിരിക്കുന്നത് ഈ പറയുന്ന മഹേന്ദ്രനാഥ് പാണ്ഡെ എന്നുള്ളത് 2024 വരെ ഘനവ്യവസായ മന്ത്രിയായിരുന്ന ആളുടെ പേരാണ്. നമുക്ക് ഈ പരീക്ഷ നടക്കുന്നത് 2024 ജൂലൈയിലാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. 2024 ജൂൺ വരെ ഘന വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ് ഈ പറയുന്ന മഹേന്ദ്രനാഥ് പാണ്ഡെ. അത് നമുക്ക് ഇനി പഠിക്കണ്ട. പക്ഷേ ഇപ്പോൾ ആ ഘന വ്യവസായ മന്ത്രി ആരാണ്? HD കുമാരസ്വാമി, ഹെവി ഇൻഡസ്ട്രീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആ ഒരു ഹെവി നിങ്ങൾക്ക് കാണാൻ പറ്റും, HD. അപ്പോൾ ഹെവി ഇൻഡസ്ട്രീസ് ആരാണ്? HD കുമാരസ്വാമി, ഘന വ്യവസായ വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ 4 എണ്ണം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 4 മന്ത്രിമാരെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പഠിച്ചു. ഇനി അടുത്തത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ
ഏതാണ് എന്നുള്ളത്. 15ാമത്തെ പ്രസിഡൻറ്റ് നമുക്ക് കറക്റ്റാണ്. പിന്നെയോ 14ാമത്തെ പ്രസിഡൻറ്റ് അത് തെറ്റാണ്. 15ാമത്തെ പ്രസിഡൻ്റ് ആകുമ്പോൾ പിന്നെ എന്തായാലും ഏതാവൂല, നമുക്ക് 14ാമത്തെ പ്രസിഡൻറ്റ് എന്നുള്ളത് എന്തായാലും അവിടെ ആവില്ലല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പറയുന്നത് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതും കറക്റ്റാണ്. ജാർഖണ്ഡ് ഗവർണറായിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരേ കാലയളവിൽ രണ്ടിടത്ത് എന്തായാലും ആവില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഏതാണ്, ജാർഖണ്ഡിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രപതിയുടെ കാര്യങ്ങൾ. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് നമ്മുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ വനിതയാണ്. ഇനിയോ ഒഡീഷയിലാണ് ജനനം. സാന്താൾ ഗോത്ര വിഭാഗം. നിങ്ങൾ സിദ്ധു മുർമു, കാനു മുർമു എന്നൊക്കെ പറഞ്ഞിട്ട് 1855 സാന്താൾ കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? ആ സാന്താൾ എന്നുള്ള ആ ഒരു ഗോത്രവർഗം, അപ്പോൾ ആ ഒരു ആദിവാസി ഗോത്ര വിഭാഗം എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, ഒന്നവിടെ ഓർത്തിരിക്കണം. പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിത. ജാർഖണ്ഡ് ഗവർണറായിട്ടുണ്ട്. ഒഡീഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്ഥാനത്തിൽ മന്ത്രിയായിട്ടുണ്ട്. അതായത് ഫിഷറീസ് ആൻഡ് അനിമൽ കൊമേഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഒഡീഷയുടെ മന്ത്രിയായിട്ടുണ്ട്. ജാർഖണ്ഡിൻ്റെ ഗവർണറുമായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രപതിയുടെ സ്വന്തം സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. ഒഡീഷയിൽ എന്താ ആയത്, ഒഡീഷയിൽ MLA ആയിട്ട് പിന്നീട് എന്ത് ചെയ്തു, മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ഒഡീഷ സംസ്ഥാനത്തിൽ മന്ത്രിയായിട്ടുണ്ട്, ജാർഖണ്ഡിൽ ഗവർണറായിട്ടുണ്ട്. ഇനിയോ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി 64 വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയാവുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ഫാക്റ്റും കൂടെ അവിടെ ഓർക്കാനുള്ളത്, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ്. അതായത് ബാക്കിയുള്ളവരൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ജനിച്ച ആളുകളാണ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ശേഷം ഈ പറയുന്ന രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്, ദ്രൗപദി മുർമു. അപ്പം നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. 15ാമത് രാഷ്ട്രപതി, ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിത, ഒഡീഷയാണ് സംസ്ഥാനം, സാന്താളി ഗോത്ര വിഭാഗം, പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ്, ജാർഖണ്ഡ് ഗവർണറായിട്ടുണ്ട്. നമുക്ക് കാലഘട്ടം വരെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2015 മുതൽ 2021 വരെ എന്ന് പ്രത്യേകം അവിടെ തന്നിട്ടുണ്ട്. പിന്നെയോ ഒഡീഷയിലെ മന്ത്രിയായിട്ടുണ്ട്, ഫിഷറീസ് ആൻഡ് അനിമൽ കൊമേഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ 3 ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും അവിടെ കഴിഞ്ഞു. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.